നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ വീണ്ടും നിലപാട് കടുപ്പിച്ച തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹ്ദി വധശിക്ഷ എത്രയും വേഗം നടപ്പാക്കണമെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ പരാമർശിക്കുന്നു. വധശിക്ഷ വൈകുന്നതിൽ ഒരു ന്യായീകരണവുമില്ല എന്നും കോടതി ഉത്തരവിന്റെ കോപ്പി പങ്കുവച്ചുകൊണ്ടാണ് അബ്ദുൽ ഫത്താഹ് മഹ്ദിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ പ്രോസിക്യൂട്ടറെ കണ്ടതിന് പിന്നാലെ ഇപ്പോൾ ഫേസ്ബുക്കിലും പ്രതികരിച്ചിരിക്കുന്നു തലാലിന്റെ സഹോദരൻ. എന്താണ് പോസ്റ്റ്? അതെ, തീർച്ചയായും സ്മൃതി, ഈ നിമിഷപ്രിയയുടെ വധശിക്ഷയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് തലാലിന്റെ സഹോദരൻ. ഇന്ന് ഏറ്റവും ഒടുവിൽ തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് ഇക്കാര്യത്തിൽ വധശിക്ഷ ഇനിയും നീണ്ടുപോകരുത്, എത്രയും വേഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കോടതി നടപടികളെല്ലാം ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. സുപ്രീം കൗൺസിലിന്റെ അന്തിമ വിധിയും ഇതിനകം തന്നെ പുറത്തു വന്നു. ഈ വിധി നീതിയെയും സത്യത്തെയും പ്രതിനിധീകരിക്കുന്നതാണ്. ശരീഅത്ത് നിയമം അനുസരിച്ചും വിധി നടപ്പിലാക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഈ വിധിയിൽ ഇടപെടാൻ ആർക്കും അവകാശമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഈ തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതായത് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾക്കും മധ്യസ്ഥ ശ്രമങ്ങൾക്കും തയ്യാറല്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് തലാലിന്റെ സഹോദരൻ. ഇന്നലെ അതേസമയം ഈ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തലാൽ ആക്ഷൻ കൗൺസിലിന്റെ മുൻ വക്താവിൻ്റെതായി ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ആ വീഡിയോ പക്ഷേ അപൂർണമാണ്. വധശിക്ഷ റദ്ദാക്കി എന്നാണ് വീഡിയോയിൽ പറയുന്നതെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളും ആ വീഡിയോ പങ്കുവച്ചിരുന്നു. അതേസമയം മറ്റൊരു വാദമുള്ളത് ഇതുവരെ നടന്ന ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന വാദപ്രതിവാദങ്ങളെ കുറിച്ച് മാത്രമാണ് ആ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് എന്നതടക്കമുള്ള ഒരു മറുവാദവും നിലനിൽക്കുന്നു. എന്നാൽ ഈ വീഡിയോ ഇത്തരത്തിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് തലാലിന്റെ സഹോദരൻ വീണ്ടും നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നത്. എത്രയും വേഗം വധശിക്ഷ നടപ്പാക്കണം, ഇക്കാര്യത്തിൽ എത്രയും വേഗം തീയതി നിശ്ചയിക്കണം, ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറല്ല, ആരുമായും ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് തലാലിന്റെ സഹോദരൻ. ശരി, എസ് രഞ്ജിത്താണ് ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.